രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേരള രാജ്ഭവൻ, കേരള ഗവർണേഴ്സ് ക്യാമ്പ് PO, തിരുവനന്തപുരം. വിലാസത്തിന്റെ തുടക്കത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. രാജ്ഭവൻ എന്നത് ഇനി ലോക് ഭവൻ എന്നാകും അറിയപ്പെടുക. ബ്രിട്ടീഷ് കൊളോണിയൽ പാരമ്പര്യം ഉപേക്ഷിക്കുക എന്ന തീരുമാനമാണ് ഈ മാറ്റത്തിന് കാരണമാകുന്നത്. വിലാസത്തിന്റെ തുടക്കം ഇനി മാറുകയാണ്. രാജ്ഭവനുകൾ ലോക് ഭവനുകൾ എന്ന പേരിലാകും ഇനി അറിയപ്പെടുക. ബ്രിട്ടീഷ് കൊളോണിയൽ പാരമ്പര്യം ഉപേക്ഷിക്കുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് മാറ്റം. ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പേരിലേക്ക് മാറണമെന്ന ആശയവും ലോക് ഭവൻ എന്ന പേരിന് പിന്നിലുണ്ട്. 2024 രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഗവർണർമാരുടെ സമ്മേളനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് പേര് മാറ്റണമെന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത്. തുടർന്നാണ് പേരുമാറ്റത്തിൽ നവംബർ 25-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനമിറക്കിയത്. ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതിയായ രാജ് നിവാസ് ഇനി ലോക് നിവാസ് എന്ന പേരിലാകും അറിയപ്പെടുക. ഗവർണർ ഇന്നലെ വൈകിട്ട് ഗോവയിൽ നിന്ന് തിരിച്ചെത്തിയതോടെ പേരുമാറ്റലിൽ ഇന്ന് തീരുമാനമുണ്ടാകാനാണ് സാധ്യത. പേരുമാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. റീബ്രാൻഡിംഗ് നടത്തുമ്പോൾ സംസ്ഥാനങ്ങളിൽ ഗവർണർമാരുടെ സാന്നിധ്യം കൂടുതൽ പ്രത്യക്ഷമാക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ഇതിനോടകം തന്നെ പല ഗവർണർമാരും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പരിപാടികളും ആവിഷ്കരിച്ചു കഴിഞ്ഞു. അനൂപ് എം. ആറിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.